ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മൈനിങ് ആയിട്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് എസ് കോയിനാണ്. എസ് കോയിൻ്റെ മൈനിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാതിരുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ടാപ്സാപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. വലിയ രീതിയിൽ എമൗണ്ട് നമുക്ക് ക്യാഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എസ് കോയിൻ വരാനുള്ള കാരണം ആ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്തു, ബ്രോ എസ് കോയിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം, ഞങ്ങൾക്കൊന്നും കുറേ ആൾക്കാർ വീഡിയോസ് കണ്ടു പക്ഷേ ഒന്നും മനസ്സിലായിട്ടില്ല, ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ തീർച്ചയായിട്ടും മൈൻ ചെയ്ത് വെക്കേണ്ട ഒരു കോയിനാണ് എസ് കോയിൻ. കാരണം ഇതും വലിയ കമ്മ്യൂണിറ്റി ഉള്ള ഒരു കോയിനാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ബൈനാൻസിലും ബൈബിറ്റിലും കാര്യങ്ങളൊക്കെ തന്നെ ലിസ്റ്റ് ആവും. നമുക്ക് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ₹1 പോലും മുടക്കില്ലാതെ ഒരു വർക്കും ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ഏൺ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കോയിൻസ് ഇതിൽ ഉണ്ടാക്കണമെങ്കിൽ എസ് കോയിൻ്റെ ബോട്ടാണ്. ഈ എസ് കോയിൻ്റെ ബോട്ടിൽ നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ എല്ലാ കോയിനും പൊട്ടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കുറേ പണിയുണ്ട്, എല്ലാ ടൈമും സ്വൈപ്പ് ചെയ്താലേ കൂടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സ്വൈപ്പ് പോലും ചെയ്യേണ്ട. സ്വൈപ്പ് പോലും ചെയ്യാതെ ഒരു ട്രിക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുന്നവർക്ക് അത് മനസ്സിലാവും. സ്വൈപ്പ് പോലും ചെയ്യാതെ വെറുതെ ഫോൺ ഓണാക്കി വെച്ചാൽ പൈസ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ വരിക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഇവിടെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അല്ലാതെ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്നോ എവിടെ നിന്നാലും ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ എസ് കോയിൻ്റെ സംഭവം ഇവിടെ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്നവർക്ക് 100K കോയിൻസിൻ്റെ ഇടയിലുള്ള 0 to 100K വരെ ഉള്ള കോയിൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും, ഞാൻ റെഫർ ചെയ്തതുകൊണ്ട് ഒരു ഓപ്പൺ ബോക്സ് ഇവിടെ വന്നിട്ട് മിസ്റ്ററി ബോക്സ് വന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന 1,40,000 കോയിനാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ബോണസ് എമൗണ്ടും കിട്ടുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ പ്ലേ എസ് കോയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എസ് കോയിൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്തി. ഇവിടെ കുറേ ടാസ്കുകൾ കാണാം. നിങ്ങളെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇവരെ ചാനൽ ജോയിൻ ചെയ്യുക, ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ കണക്ട് വാലറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞാൻ 2 മാത്രമേ കാണിച്ചിരുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ ഡെയിലി ചെയ്യാം. ഓക്കെ, ഡെയിലി ഇതുപോലെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ചെയ്താൽ 100K വെച്ച് എസ് കോയിൻസ് നമുക്ക് കയറുന്നതാണ്. ഞാനിപ്പോൾ ടെലഗ്രാം ജോയിൻ ചെയ്യാണ്. അപ്പോൾ ജോയിൻ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ബാക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റഡ് ആയി 100K അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം വാലറ്റ് കണക്ഷനാണ്. അത് പലർക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കണക്ട് വാലറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെലഗ്രാമിൽ തന്നെ നമുക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ മേലെ കാണാം കണക്ട് ടോൺ വാലറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യുവർ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ടെലഗ്രാമിൽ വാലറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇല്ലാത്ത ആളുകൾക്ക് വാലറ്റ് ക്രിയേഷൻ നടത്തണം. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് എസ് കോയിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഡെയിലി ടാസ്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കാട്ടൊന്നുമില്ല, ഞാൻ പറയുന്നില്ല. കാരണം ഇതൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലെയിം ചെയ്ത് മാക്സിമം എടുത്ത് വെക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. ഓക്കെ, അപ്പോൾ മെയിൻ സെക്ഷൻസ് 3 ഏണുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്. ഇത്രയാണ് 3 കാര്യങ്ങൾ. പിന്നെ നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഒരു ബോട്ടും ഉണ്ട്. ബോട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ നമുക്ക് ഏൺ എന്താ നോക്കാം. ഏൺ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവർ ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. ഓരോ റെഫറൽ ബോണസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ റാങ്ക് എത്തുന്ന സിൽവറിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം സ്വൈപ്പ് ചെയ്ത് നമുക്ക് കോയിൻസ് കൂടുന്തോറും നമ്മളുടെ റാങ്കും കൂടും. ഇപ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന പോലെയാണ്. നമുക്ക് പോയിൻറ്റ്സ് കൂടുന്തോറും നമ്മളുടെ റാങ്ക് കൂടി പോകും, അല്ലെങ്കിൽ ലെവൽ കൂടി പോകും. അപ്പോൾ ഓരോ ലെവലിലും ഇവിടെ ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ സിൽവർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ടാസ്കുകൾ നോക്കുകയാണെങ്കിൽ കണക്ട് വാലറ്റ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റാങ്ക്, അത് കഴിഞ്ഞാൽ റീട്വീറ്റ് പോസ്റ്റ്. ഇവിടെ കാണാം റീട്വീറ്റ്, RT എന്ന് പറഞ്ഞാൽ റീട്വീറ്റാണ്. ട്വിറ്റർ അഥവാ എക്സിൽ ഇവരുടെ പോസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് റീട്വീറ്റ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. എന്ത് ചെയ്താൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബാക്ക് അടിക്കുക. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ കറക്കം കഴിഞ്ഞ് ടിക്കായി കണ്ടോ. അപ്പോൾ 1,50,000 കോയിൻ ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെ കുറേ റീട്വീറ്റ് കാര്യങ്ങൾ ടാസ്കുകളൊക്കെ ഉണ്ടാക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ ചാനൽ ഫോളോ ചെയ്താൽ, അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ, അതുപോലെ തന്നെ ബൈനാൻസ് വിസിറ്റ് ചെയ്താൽ ഒക്കെ നമുക്ക് 50,000 1,00,000 വെച്ച് പോയിൻറ്റ്സ് കയറും. അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ള മെയിൻ കാര്യം ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സിനെ റെഫർ ചെയ്താൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും. ഞാൻ പല റെഫർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഇവിടെ 0 ആണ് ടോട്ടൽ റിവാർഡ്. അപ്പോൾ നിങ്ങൾ ഓരോ ഫ്രണ്ട് റെഫർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ ഒരു 100K വരെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചാൻസ് എന്ന് പറഞ്ഞാൽ 100Kൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു 500Kൻ്റെ ഉള്ളിലുള്ള കോയിൻസ് നിങ്ങൾക്കും നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾക്കും കിട്ടും. അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്താൽ 50,000, അങ്ങനെ കുറേ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യുന്നവരും വാല്യൂസ് കൂടി വരും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണ്, സ്വൈപ്പബിൾ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാനാണ്. എനിക്കിപ്പോൾ തന്നെ 10,44,000 കോയിൻ ആയിട്ടുണ്ട്. ജസ്റ്റ് ജോയിൻ ചെയ്തു, കുറച്ച് ടാസ്കുകൾ ചെയ്തു, അപ്പോൾ തന്നെ 10,40,000 ആയി. അപ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഇവിടെ ചെസ്റ്റ് വന്നുണ്ടോ. ഇപ്പോൾ ഈ ചെസ്റ്റ് ഞാൻ പൊട്ടിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വീണുകൊടുക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഫുൾ കോയിനും കളക്ട് ചെയ്താൽ അത്രത്തോളം കോയിൻസ് മേലെ കൂടും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് സ്വൈപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയയും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈസി ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷനിൽ ഒരു ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സ്വൈപ്പ് ചെയ്യുന്ന ആപ്പാണ് അത്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക.
അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസാണ് വരിക. ഇതിന് മുമ്പ് തന്നെ നിങ്ങൾ കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ആക്സസിബിലിറ്റി ഒന്ന്, ഓട്ടോ സ്റ്റാർട്ട് ഒന്ന്, ഈ 2 പെർമിഷൻസ് നിങ്ങൾ കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കും. ഞാൻ ഓൾറെഡി കൊടുത്തോളം ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ ഓട്ടോ സ്റ്റാർട്ടാണ്. അപ്പോൾ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ സ്റ്റാർട്ടിൻ്റെ മെനുവിലെത്തും. ഇവിടെ നമ്മുടെ ഓട്ടോ ക്ലിക്കർ എന്ന് പറയുന്ന ആപ്പ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ആക്സസിബിലിറ്റിയാണ്. ആക്സസിബിലിറ്റിക്ക് പോകുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആക്സസിബിലിറ്റീൻ്റെ പെർമിഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് രണ്ടാമത് കാണിച്ചിരുന്നു. ഗ്രാൻഡ് കൊടുത്തതിന് ശേഷം താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഓട്ടോ ക്ലിക്കർ പ്രോ എന്ന് പറയുന്ന ആപ്പിൻ്റെ പെർമിഷൻ ഇവിടെ കിടക്കുന്നത് കാണാം. ഇത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. ഞാൻ ഇവിടെ ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഓണാക്കുന്നത് ഓണാക്കുക. ഇപ്പോൾ അലോ പെർമിഷൻ ചോദിക്കും, അലോ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ആക്സസിബിലിറ്റി തൊട്ട് നിങ്ങൾക്ക് ഏറ്റവും താഴെ ആയിരിക്കണം എന്നില്ല. ജസ്റ്റ് ഫോണിൻ്റെ ബ്രാൻഡ് മാറുന്നതനുസരിച്ച് UI മാറുന്നതനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അത് നിങ്ങൾ കണ്ടുപിടിച്ച് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ 2 പെർമിഷൻസ് അലോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ 1 പോയിൻ്റ് ഉണ്ട്, മൾട്ടി പോയിൻ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾ മൾട്ടി പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, മൾട്ടി പോയിൻ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിലേക്ക് തന്നെ വരിക. ടെലഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കണും അതിൻ്റെ താഴെ ഒരു റൗണ്ടും ഒരു ആരോയും കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ ഒരു സ്വൈപ്പിൻ്റെ ഒരു സംഭവം ഇവിടെ കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാണ്ടോ. സ്വൈപ്പ് 2 തലയിലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, മേലെ നിന്ന് താഴെ വരെ വെക്കുക. ഓക്കെ, ഞാൻ ഇവിടുന്ന് മേലെ നിന്ന് താഴെ വരെ ഓരോ 9 സ്വൈപ്പിൻ്റെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സെറ്റിങ്സ് ഇവിടെ ഈ ഒരു ഫ്ലോട്ടിംഗ് സംഭവം കണ്ടല്ലോ, ഇതിൽ സെറ്റിങ്സിൻ്റെ ബട്ടൺ ഉണ്ട്. ആ സെറ്റിങ്സിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 40 മില്ലി സെക്കൻഡ് ഇടുക. അതിനുശേഷം ഇവിടെ നെവർ സ്റ്റോപ്പ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെവർ സ്റ്റോപ്പ് ആക്കിയതിന് ശേഷം ആൻറ്റി ഡിറ്റക്ഷൻ ഓൺ ആക്കുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഓൾസോ അപ്ലൈ ടു ഓൾ എക്സിസ്റ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടിക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. യെസ് അപ്ലൈ ടു ഓൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പ്ലേ ബട്ടൺ കാണാം. ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താവും, ഇങ്ങനെ സ്വൈപ്പ് ആയിക്കോളും. ബോട്ട് ഓട്ടോമാറ്റിക്കലി സ്വൈപ്പ് ചെയ്തോളൂ. നിങ്ങൾ ഫോൺ ഓൺ ആക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾ ഫോൺ ഓൺ ആക്കി ഇങ്ങനെ വെക്കുക. ഇനി ചാർജില്ലെങ്കിൽ ചാർജറിൽ കണക്ട് ചെയ്ത് വെക്കുക. പഴയൊരു ഫോണായാലും മതി. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ഒരു മെത്തേഡ് ഇല്ല. നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഏണിങ്സ് കിട്ടും. സ്വൈപ്പ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഏണിങ് കിട്ടും. അപ്പോൾ അത് രണ്ടും ചെയ്യേണ്ട. ജസ്റ്റ് ഈ ബോട്ട് ഓൺ ആക്കുക, വെക്കുക. അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സ്വൈപ്പ് ചെയ്തോളൂ. നിങ്ങൾ ഫോൺ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നിങ്ങളൊരു എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഫോൺ സൈഡിൽ വെച്ചിട്ട് ഓൺ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം എക്സ് കോയിൻസ് ഏൺ ചെയ്യാം. ഇതെങ്ങനെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എടുക്കാം, അതാണ് അടുത്തൊരു ചോദ്യം. എങ്ങനെ ഇത് പൈസ ആക്കി മാറ്റാം? നമുക്ക് ആവശ്യം ക്യാഷ് ആണല്ലോ, അതെങ്ങനെ ആക്കി മാറ്റാം? അപ്പോൾ എസ് കോയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മൈനിങ് ആണ്. അതായത് കോയിൻസ് ശേഖരണം. ഇപ്പോൾ കോയിൻസ് എല്ലാ യൂസേഴ്സും ശേഖരിച്ച് അവരുടെ അക്കൗണ്ടിൽ മാക്സിമം കോയിൻസ് ആക്കി വെക്കും. എല്ലാവരും മില്യൺസ് കണക്കിന് ആൾക്കാർ മൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൈൻ ചെയ്ത് മാക്സിമം കോയിൻസ് എടുത്ത് വെക്കുക. പിന്നീടുള്ള സ്റ്റെപ്പ് എന്താ, ലിസ്റ്റിംഗ് ആണ്. അതായത് ഈ ബൈബിറ്റ്, ബൈനാൻസ് എന്നൊക്കെ പറയുന്ന ലിസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസിൽ സെല്ല് ചെയ്യുന്ന എക്സ്ചേഞ്ചുകളുണ്ട്. ആ എക്സ്ചേഞ്ചിലേക്ക് എസ് കോയിൻ ലിസ്റ്റ് ആവും. അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. എപ്പോഴാണ് ലിസ്റ്റ് ആവുന്ന കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ വിഡ്രോവൽ കിട്ടും. ഇപ്പോൾ നമ്മളൊരു വാലറ്റ് കണക്ട് ചെയ്യുന്ന കാണിച്ചതല്ലോ, വാലറ്റ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ വാലറ്റിലേക്ക് ആണ് നമ്മളുടെ ഈ ഒരു സംഭവം എന്താ പറയുക, ഈ ഒരു സംഭവം ക്രെഡിറ്റ് ആവും. ഈ പോയിൻറ്റ്സ് പൈസ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എസ് കോയിനായിട്ട്, ഇപ്പോൾ നമ്മൾ മൈൻ ചെയ്യുന്ന എസ് പോയിൻറ്റ്സ് ആണ്, എസ് കോയിനായിട്ട് കൺവേർട്ടായിട്ട് നമ്മുടെ വാലറ്റിലേക്കാണ് വരിക. ആ വാലറ്റിൽ നമുക്ക് ഈ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, പേടിക്കേണ്ട. ഞാൻ സെല്ല് ചെയ്യുന്ന ടൈമിന് പ്രോപ്പറായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. എങ്കിൽ മാത്രമായിരിക്കും കറക്റ്റ് ടൈമിന് നിങ്ങൾ അറിയുക. വൈകി അറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് സെല്ല് ചെയ്ത് ക്യാഷ് ആക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാം. എങ്കിൽ മാത്രമായിരിക്കും കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ബോട്ട് ഞാൻ ഓഫ് ചെയ്യാണ്, പ്ലേ ബട്ടൺ ഓഫ് ചെയ്തു. അതിനുശേഷം ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ബാക്ക് അടിച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്കൊരു മെനു കാണാം. ആ മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് ന്യൂ എന്ന് പറയുന്നത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടേംസ് ഓഫ് യൂസും കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അവിടെ ടിക്ക് ചെയ്യുക, ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടെലഗ്രാമിൻ്റെ തന്നെ വാലറ്റ് ആണ്. നമ്മൾ പുറത്തുനിന്നൊരു വാലറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അവിടെ ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാലറ്റ് ക്രിയേറ്റ് ആയി. ഇത്രയേ ഉള്ളൂ പണി. വാലറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു നിങ്ങളെ. അപ്പോൾ ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ നമ്മുടെ ബോട്ട് ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ബോട്ടിൽ നിന്ന് വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. ക്രിയേറ്റ് കൊടുക്കുക, ടെലഗ്രാമിൽ ചൂസ് ചെയ്യുക, ഈ ഒരു വാലറ്റ് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഡ്രോപ്പിംഗ് ഈ ഒരു ലിസ്റ്റിംഗ് ആവുന്ന ടൈമിന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാലറ്റിലേക്ക് വന്നോളും ഈ കോയിൻ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, എക്സ്റ്റേണൽ വാലറ്റിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യണം. അതൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലും ടെലഗ്രാമും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ അവിടെ തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.